ഇപ്പോഴത്തെ കുട്ടികളുടെ പുതിയ യൂണിഫോം, പുതിയ സ്കൂൾ നോട്ട് ബുക്ക്, പുതിയ സ്കൂള് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ചില സമയത്തെങ്കിലും. അന്ന് തണ്ടേക്കാട് സ്കൂളിൽ ഒരു 3-4-5 കിലോമീറ്റർ നടന്നു പോകണം. ബസ് ഉണ്ടെങ്കിലും കൂടി ബസ്സിനുള്ള വഴിയില്ല എങ്കിലും ഞങ്ങൾ നടന്ന് കുറച്ച് പേര് നടന്നു പോവുക. അത് കഴിഞ്ഞിട്ട് മഴയാണെങ്കിൽ കൂടിയും എല്ലാ ദിവസവും സ്കൂളിൽ പോവും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലിരിക്കുന്നതിനേക്കാളും എനിക്ക് ലാഭം സ്കൂളിൽ പോവുക. കാരണം മൂത്ത കുട്ടിയായതുകൊണ്ടും അച്ഛനും അമ്മയും പണിക്ക് പോകുന്നതുകൊണ്ടും അവരൊക്കെ ജോലിക്ക് പോകും. അപ്പോൾ പിന്നെ വൈകുന്നേരം വരുള്ളൂ. പിന്നെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ തീറ്റ ഇട്ട് കൊടുക്കണം സമയത്തിന്. പിന്നെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലായിരുന്നു വീട്ടിലിരിക്കുന്നത്. എനിക്ക് എങ്ങനെയും സ്കൂളിൽ പോകണതായിരുന്നു ഇഷ്ടം. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ പഠിച്ചാൽ മാത്രം മതിയല്ലോ. അതും പാടായിരുന്നു എങ്കിലും വീട്ടിലിരിക്കുന്നതിനേക്കാളും മെച്ചം സ്കൂളിൽ പോകുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്ന വഴികൾ അന്ന് ഈ പറഞ്ഞ പോലെ മഴയും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ നല്ല രസമല്ലേ. അത് ഇപ്പോഴും ഞാൻ അന്വേഷിക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോകുന്നതൊരു ഭയങ്കര ധൃതിക്കാണ്. അതിറങ്ങാനും 9 മണി 9:30 ബെല്ലടിക്കുമല്ലോ. അപ്പം ആ സമയത്ത് പോവുക, നേരത്തെ സ്കൂളിൽ ചെല്ലുക എന്നൊക്കെ ഓർത്തിട്ട് നമ്മളങ്ങനെ ആ ഒരു ധൃതിക്ക് പോകും. പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുന്നതും ഇതുപോലെ തന്നെ. അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും അമ്മ ചില ദിവസമൊക്കെ നേരത്തെ വരും കേട്ടോ. പണിയില്ലാത്ത ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച വരെയൊക്കെ പണിയൊക്കെ ഉണ്ടാവുള്ളൂ. അന്നേരം നേരത്തെ വരുന്ന സമയത്തൊക്കെ നമുക്ക് സർപ്രൈസായിട്ട് കൊഴുക്കട്ടയോ ചക്കടയോ പുട്ടോ അല്ലെങ്കിൽ അപ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഞാൻ തിരിച്ച് റിട്ടേൺ സ്കൂളിലേക്ക് വരുമ്പോൾ എനിക്കൊരു പ്രാർത്ഥനയാണ്, അമ്മ വീട്ടിലുണ്ടാവണേ, ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് വീട്ടിലുണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൊണ്ടാണ് ഞാൻ അന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പം ചില ദിവസങ്ങളിലുണ്ടാവും, ചില ദിവസം രാവിലെ വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എങ്കിലും നമ്മൾ വീട്ടിലേക്ക് വരാൻ വേറെ നിവൃത്തിയില്ലല്ലോ, വീട്ടിലേക്ക് വരാമെന്നല്ലാതെ. അങ്ങനെ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുട്ടി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് കളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാനൊക്കെ കളിക്കാൻ പോകുന്ന സമയത്തൊക്കെ വീട്ടിൽ ചോറും കറിയൊക്കെ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോറൊക്കെ അരിയടുപ്പത്തൊക്കെ ഇട്ടിട്ട് വയ്ക്കാൻ പറയും. അപ്പോൾ വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഗ്യാസൊന്നുമില്ല. ചെറിയ ഇങ്ങനെ നിലത്തിരുന്ന് ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ള അടുപ്പും കാര്യങ്ങളായിരുന്നു അന്ന് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ വിറകൊക്കെ ഇട്ടിട്ട് കത്തിച്ച് അരിയടുപ്പത്തിട്ടിട്ട് കളിക്കാനായിട്ട് ഓടുന്ന സമയത്ത് നമുക്കിങ്ങനെ കളിക്കുന്നത് ഒരു ജ്വരമാണല്ലോ. അയ്യോ കൂട്ടുകൂടി കളിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ജ്വരമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഓടും. കഞ്ഞിക്ക് അരിയടുപ്പത്തിട്ടിട്ട് അങ്ങനെ തന്നെ. പിന്നെ ഇടയ്ക്ക് തീ കത്തിക്കണമല്ലോ, അന്നേരം ആളുണ്ടാവില്ല. കുറച്ചൊരു മൈൽ ദൂരെ താഴത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരികളുണ്ട് അവിടെ, അനിത, അശ്വിനി, അശ്വതി, അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ അനു, അങ്ങനെയൊക്കെ പേരുള്ളതുകൊണ്ട് നമ്മൾ ഓടും കൂട്ടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചില സമയങ്ങൾ 6-6:30 വരെയൊക്കെ കളിക്കും. 7 മണിയല്ല, ഒരു 6-6:30 വരെയൊക്കെ ഇങ്ങനെ സന്ധ്യയാവും പെട്ടെന്ന്. അപ്പം അന്നേരം കളിച്ചിട്ട് എത്രയോ തവണ ചിലപ്പോൾ നേരത്തെ അമ്മയായിരിക്കും വരിക, അല്ലെങ്കിൽ അച്ഛനായിരിക്കും വരിക. നോക്കുമ്പോൾ കഞ്ഞി ഇങ്ങനെ വറ്റി, ചോറൊക്കെ ഇങ്ങനെ അതായത് വെള്ളമില്ലാണ്ട് ചോറൊക്കെ ഇങ്ങനെ ഉണങ്ങി പിടിച്ച് ഇങ്ങനെ ഈ കലത്തേലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും. അന്നേരം അമ്മയ്ക്കും അച്ഛനും ഒരു പ്രത്യേക തരം ദേഷ്യം അങ്ങോട്ട് വരും. എന്നിട്ട് വീട്ടിലെ ഒരു കമ്പെടുക്കുക,
എന്നെ അന്വേഷിക്കുക, ഓടുക. അത് കഴിഞ്ഞിട്ട് എവിടെ അവളെന്നും പറഞ്ഞ് എൻ്റെ അമ്മ വൈകുന്നേരം വന്നിട്ടുണ്ടാവും. കഞ്ഞിയിൽ അന്ന് പാമ്പ് ഓടുമല്ലോ, നീ എവിടെയായി പോയി കിടക്കണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരം അമ്മ ഓടി വരും. ഞാൻ പിന്നെ അമ്മ വണ്ടെന്നുള്ള ഞങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അവിടെ കിടന്ന് വഴിക്കേന്ന് വന്നത് അറിയാൻ പറ്റും. അന്നേരം കാരണം ഒച്ച എടുത്തുകൊണ്ട് എവിടെയിടീ നീ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ച എടുത്തിട്ടാണ് വരുന്നത്. അപ്പം ആ സമയത്ത് ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വീടിൻ്റെ ബാക്കിൽ കൂടെ ഓടി ഞാൻ എൻ്റെ വീട്ടിലെത്തും. അപ്പോൾ ഇവിടെ അമ്മ ഫ്രണ്ടിലേക്ക് എന്നെ അമ്മ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇവക്കടെ വീട് ബാക്ക് വശത്തകടെ കറങ്ങി എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിയുമ്പം അമ്മയിട്ട് എന്നെ അങ്ങനെ ഓടിക്കും, വീടിന് ചുറ്റോട്ട് ഓടിക്കും. അന്നേരം അമ്മച്ചി പറ്റൂലാണ്ടാവും, പണി കഴിഞ്ഞ് വന്നേക്കണതല്ലേ. ഓടിച്ച് മതിയായി കഴിഞ്ഞ് അമ്മ തന്നെ നിർത്തും. കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പം അമ്മ പറയും, നീ ഒരു പെങ്കൊച്ചല്ലേ, ഈ മാതിരി അരി അടുപ്പത്തിട്ടിട്ട് നീ ഈ തീ കത്തിക്കാതെ നീ എവിടെ പോയിരുന്ന് കളിക്കാൻ കാണണേ, നിങ്ങൾക്ക് വൈകുന്നേരം വരുമ്പോൾ കഞ്ഞി കുടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു 2-3 ദിവസത്തേക്ക് കളിക്കാൻ പോകുന്നില്ല ഒരു സ്ഥലത്തും. പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെ. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം വരെ എന്നിട്ട് ഓടിച്ച് തല്ലിയിട്ടുണ്ട്. അതുപോലെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട് എൻ്റെ അമ്മ. കൂടുതലും എന്നെ തല്ലിയോണ വേറൊരു മനുഷ്യനും ആ പരിസരത്ത്, ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഒരു മനുഷ്യനും തല്ലിയിട്ടില്ല. കാരണം എന്നെ തല്ലാൻ ഓടിക്കണതും ഒക്കെ ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അങ്ങനെ ആ മാതിരി ഒച്ചയെടുത്ത് ഇട്ടൊക്കെയാണ് നമ്മളെ തല്ലണത്. അപ്പോൾ കുട്ടിക്കാലം എന്ന് പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെയാണ്. ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരും. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ലൈഫ് നല്ല അടിപൊളിയല്ലേ. കാരണം കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോണുകളെക്കുറിച്ചോ അല്ലെങ്കിൽ EMI കുറിച്ചോ, നാളെ നേരം വെളുത്ത് എന്ത് കറി ഉണ്ടാക്കണതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും വന്നാൽ അവർക്ക് എന്ത് കൊടുക്കണമെന്ന് വിചാരിച്ചോ, അങ്ങനെയുള്ള യാതൊരു ടെൻഷനും ഇല്ല. അതൊക്കെ അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ചോളും. അതുകൊണ്ട് കുട്ടിക്കാലം എന്ന് പറയുന്നത് കുട്ടികളെപ്പോഴും ആഘോഷിക്കുക. അത്രയേ ഉള്ളൂ.